ഞാൻ കണ്ണടയ്ക്കും, തലകുത്തി നിൽക്കും. താൻ തന്റെ കാര്യം നോക്കടോ. ആണാണെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് എന്തിനാണ്? എന്റെ പൊന്ന് ബിഗ് ബോസെ, ഇതിനെ കൊണ്ട് മടുത്തു. രാവിലെ തന്നെ BB ഹൗസിൽ വലിയ രീതിയിലുള്ള അടിയാണ്. ഹനീഷും രേണു സുധിയും തമ്മിലുള്ള പൊരിഞ്ഞ പോര്. മേക്കപ്പ് സോങ്ങിന് ശേഷം രേണു ഉറങ്ങിയെന്ന് അനീഷ് പറഞ്ഞതോടെയാണ് ഈ ഒരു തർക്കത്തിന് തുടക്കമാകുന്നത്. താൻ ഉറങ്ങിയില്ല എന്ന് രേണു സമാധാനത്തോടെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയായിരുന്നു അനീഷ്. പറഞ്ഞ് സഹികെട്ട് രേണു അവസാനം അനീഷിന്റെ നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സത്യത്തിൽ അനീഷിന് വേണ്ടതും ആ ഒരു പൊട്ടിത്തെറി തന്നെയാണ്. BB ഹൗസിനുള്ളിൽ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനീഷ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് ആദ്യം ചെയ്യുന്നത് ആളുകളെ ലക്ഷ്യം വെച്ച് ട്രിഗർ ചെയ്യുക എന്നതാണ്. വന്ന് 5 ദിവസം ആയതേയുള്ളൂ, എങ്കിലും അനീഷ് എല്ലാവരെയും നന്നായി വെറുപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസിനകത്തും പുറത്തും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. ഓരോ കാരണവും കണ്ടെത്തി മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നതോടെ അവർ അനീഷിന് നേരെ തിരിയും. അങ്ങനെ ഓരോരുത്തരെയായി ചെയ്യുന്നു. അവസാനം മറ്റ് മത്സരാർത്ഥികളെല്ലാം ഒരു ടീമും അനീഷ് മാത്രം ഒറ്റയാൾ പോരാളിയുമാകും. അങ്ങനെ മറ്റുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ആ ഒരു ട്രാക്ക് പിടിച്ച് കയറാനാണ് അനീഷിന്റെ ശ്രമം. രേണുവുമായിട്ട് മാത്രമല്ല അനീഷ് അടിയുണ്ടാക്കിയിട്ടുള്ളത്. ഷാനവാസ്, അക്ബർ, ആര്യൻ, അപ്പാനി, ശരത് എന്നിവരെയെല്ലാം അനീഷ് മാക്സിമം ട്രിഗർ ചെയ്ത് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇനി വരും ആഴ്ചകളിലെല്ലാം താൻ തന്നെയാവും അടുത്ത ക്യാപ്റ്റൻ എന്ന വീരവാദവും അനീഷ് മുഴക്കിയിട്ടുണ്ട്. താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാൻ അനീഷ് നന്നായി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെയാണ് നിൽക്കുന്നത്. രേണുവുമായിട്ടുള്ള ഇന്നത്തെ അടിയിൽ അനീഷിന് പിടിച്ചു നിൽക്കാനും ആയിട്ടില്ല. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനീഷിനെ ഒന്ന് നന്നായി കുടയാനാണ് സാധ്യത. ഇനിയിപ്പോൾ അനീഷ് മുൻ സീസണിലെ പലരെയും അനുകരിച്ച് കളിക്കുകയാണോ എന്നും പ്രേക്ഷകർക്ക് സംശയമില്ലാതില്ല. അനീഷിന്റെ സ്ട്രാറ്റജി ലക്ഷ്യം കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ നോക്കാം.